ഹലോ ഫ്രണ്ട്സ്, അകലെ ലേറ്റസ്റ്റ് റിവ്യൂ. പ്രതാപൻ ദീപക്കിനുള്ള ശിക്ഷാവിധികൾ നടപ്പിലാക്കിയതാണ്. ഇനി എങ്ങനെയൊക്കെയാണ് ശിക്ഷകൾ കൊടുക്കുന്നതെന്ന് രാജുവും ഹൃദയം കൂടെ പറയുവാണ്. പ്രതാപൻ ചോദിക്കും, അല്ല ഇവൻ്റെ ഭക്ഷണ രീതികളൊക്കെ ഇനി എങ്ങനെയാ? 3 ഇഡ്ഡലിയും സാമ്പാറും, ഉച്ചയ്ക്കൊരു 1/4 കിലോ അരിയുടെ ചോറും സാമ്പാറും ഒരു തോരനും, രാത്രിയാണെങ്കിൽ 3 ചപ്പാത്തിയും സാമ്പാറും. അപ്പോൾ മോളെ, ഇവന് നോൺ വെജ് ഇല്ലേ? ഇല്ലച്ചാ. എങ്കിൽ എൻ്റെ വക ഒരു ഇളവ്. ഈ പ്രദേശത്ത് കോൾഡ് സ്റ്റോറേജിൽ കിട്ടുന്ന ഒരു അയിലയില്ലേ, ഒരെണ്ണം മിക്കവാറും 1/2 കിലോ കാണും. അതുകൊണ്ട് ആഴ്ച 2 ദിവസം ഒരെണ്ണം വീതം ഫ്രൈ ചെയ്ത് കൊടുത്തേരെ. അത് കേട്ടിട്ട് രാജു സാറേ, ആ അയിലയും കൊണ്ട് പൊട്ടിച്ച് കവറെടുത്താൽ ഭയങ്കര നാറ്റമാണ്. അംബികയാണെ ദേഷ്യം കൊണ്ട് ഇങ്ങനെ എരിഞ്ഞമരുവാണ്. എല്ലാവരെയും അമ്പിയെ ഇങ്ങനെ തുറിച്ച് നോക്കുക. എല്ലാവർക്കും ഞാൻ വെച്ചിട്ടുണ്ടടി എന്നുള്ള പ്ലാനില്ല. ആ സമയത്ത് വേണ്ട നമ്മുടെ യാമിനി പറയാം, ചേട്ടാ ഇതും ശിക്ഷയുടെ ഭാഗത്തുള്ളതാണോ? അതെ എടി യാമിനി, നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടി എന്നുള്ള പ്ലാൻ എന്താണ്ട് അംബിക യാമിനി ഒരു നോട്ടം. പ്രതാപൻ വീണ്ടും രാജുവിനോട് ചോദിക്കുക, ഇനി എന്തൊക്കെയായി ദീപക്കിൻ്റെ ജോലികൾ? സാറേ, രാവിലെ ക്ലീനിങ്, വാഷിങ്, കിച്ചൺ ഡിഷ് വാഷ് ക്ലീനിങ്, അത് കഴിഞ്ഞ് ഗാർഡനിങ്, പിന്നെ നമ്മൾ നിർദ്ദേശിക്കുന്ന എന്ത് പണിയും അത് ചെയ്യണം. കയ്യിലൊരു തോക്കുണ്ടായിരുന്നു, എല്ലാത്തിനും ഈ സ്പോട്ടിൽ തന്നെ വെടിവെച്ച് കൊല്ലായിരുന്നു എന്നുള്ള ദേഷ്യത്തിൽ ദീപക്ക് ഇങ്ങനെ തലകുനിഞ്ഞ് നിൽക്കുക. പ്രതാപൻ ചോദിക്കും, എന്ത് പറയുന്നടാ ദീപക്കെ? 1 മാസത്തെ ഈ പണിഷ്മെൻ്റ് ഒക്കെ കഴിഞ്ഞിട്ട് നീ വേണമെങ്കിൽ അമേരിക്കയ്ക്ക് പോയിക്കോ. ഇനി ഇതൊക്കെ ചെയ്യാൻ നിനക്ക് ഉദ്ദേശമില്ലെങ്കിൽ നിന്റെ അമ്മായിയപ്പനാകാനായിട്ട് ജയിലിൽ കിടക്കുന്ന അനന്തംപിള്ളയില്ലേ, അയാളോടൊപ്പം പോയി ജയിലിൽ കിടക്കാം. എന്ത് പറയുന്നടാ? ദീപക്ക് ഇങ്ങനെ അമ്മയെ നോക്കുക. അംബിക തലയാട്ടി കാണിക്കുന്ന സമ്മതിച്ചോളാം. ദീപക്ക് പറയും, ആ എനിക്ക് സമ്മതമാണ്. ഋതിക പറയുക, എങ്കിലും ദീപക്ക് നീ ഞങ്ങളോടൊപ്പം റൂമിലോട്ട് വാ, ഡ്രസ്സൊക്കെ മാറിയിട്ട് ദാണ്ട ഇതെല്ലാം നീ ക്ലീൻ ചെയ്. രാജുവിൻ്റെ കയ്യിൽ നിന്ന് നല്ല വീക്ക് കിട്ടിയതുകൊണ്ടായിരിക്കും ദീപക്കിനൊരു ഏന്തുപോലെ തോന്നും. ഋതിക ചോദിക്കും, എന്താണ് നിന്റെ കാലിന് എന്ത് പറ്റി? രാജു പറയും, അതെ ആണിരോഗമായിരിക്കും. ആണിരോഗം? അതേ ഋതു, പണ്ടേ കിഴവന്മാർക്കൊക്കെ പണ്ട് വരുന്നൊരു അസുഖമായിരുന്നു. രാജു, ഇവൻ്റെ കാലിൽ ആണിയല്ല ഉണ്ടാകേണ്ടത്, നല്ല കട്ടപ്പാരയാ. എടാ ദീപക്കേ, കഴിഞ്ഞ ദിവസം ആ ബ്രിട്ടീഷ് ബംഗ്ലാവിൽ വെച്ച് നീ കാണിച്ച പ്രവർത്തിക്ക് നിന്റെ കാല് ഞാൻ അവിടിട്ട് തല്ലി ഓടിക്കണമെന്ന് വിചാരിച്ചതാ. പിന്നെ ഞാൻ അങ്ങ് ക്ഷമിച്ചു ഋതു, കാരണം എന്നെപ്പോലൊരു ചെറുപ്പക്കാരനല്ലേ ഇവനെന്ന്. രാജു, ആ ബ്രിട്ടീഷ് ബംഗ്ലാവിലെ കാര്യം ഓർക്കുമ്പോൾ എനിക്കിവനെ കൊല്ലാൻ തോന്നുക എന്നും പറഞ്ഞ് ഋതു അവൻ്റെ കഴുത്തെ പിടിക്കാൻ വരും. അയ്യോ ഋതു വേണ്ട, നമ്മൾ അവനെ ചതച്ചതല്ലേ അവിടിട്ട്. എത്ര തല്ല് കിട്ടിയാലും ഒരു നാണമില്ലാത്തവനായി പോയല്ലോടാ നീ. അപ്പോൾ നല്ല യാമിനി അങ്ങോട്ട് വരും. ഋതി ചോദിക്കുക, ചെറിയമ്മേ ഇവൻ്റെ റൂമിലെ സാധനങ്ങളൊക്കെ പണിക്കാരെ കൊണ്ട് മാറ്റിയായിരുന്നോ? എല്ലാം മാറ്റിയിട്ടുണ്ട് മോളെ. മോള് പറഞ്ഞതുപോലെ റൂമെല്ലാം അലങ്കരിച്ചിട്ടുണ്ട്. എന്തുവാ ചെറിയമ്മ പറയുന്ന അലങ്കരിച്ചെന്നോ? അതിന് ഇവനാരാ, അക്ബർ ചക്രവർത്തിയോ? ഇവനൊരു പക്കാ ക്രിമിനൽ. എൻ്റെ മോളെ അലങ്കരിച്ചെന്ന് പറഞ്ഞ റൂമൊക്കെ അടിച്ച് വൃത്തിയാക്കി തറയിലൊരു പുൽപ്പാ വിരിച്ചിട്ടുണ്ട്. ദേഷ്യവും നാണം കൊണ്ട് ദീപക്ക് ഇങ്ങനെ തല കുനിഞ്ഞ് നിൽക്കുക. എന്താടാ നോക്കി നിൽക്കുന്ന? റൂമിലോട്ട് കയറടാ. ഇനി എന്താ നിനക്ക് നടയടി വല്ലതും വേണോ? എന്തുവാ രാജു നടയടി എന്ന് വെച്ചാൽ? അത് ഈ പോലീസ് സ്റ്റേഷനിലെ ഈ പ്രതികളെ ആ ജയിലിനകത്തോട്ട് കയറ്റുമ്പോഴേ അവിടെ നിൽക്കുന്ന പാറാവുകാർ കൊടുക്കുന്ന ഒരു അടിയുടെ പേരാ നടയടി. അങ്ങനെ ദീപക്കിനെ വെറും ഒരു ചെറിയ റൂമിനകത്തോട്ട് കൊണ്ടുപോയി തള്ളുവാണ്. അപ്പോഴവിടെ താഴെ ഒരു പുൽപ്പായും വിരിച്ച് പായുടെ അടുത്ത് 2 ഇഷ്ടികയും വെച്ചിട്ടുണ്ട്. ദീപക്ക് അത് കണ്ടങ്ങ് ഞെട്ടുവാണ്. എന്നാൽ വാ ഋതു, നമുക്ക് പോകാം എന്നും പറഞ്ഞ് രാജുവും ഋതു ഇറങ്ങാൻ പോകുമ്പോൾ ദീപക്ക കതകെ പിടിച്ച് വലിക്കുവാണ്. പക്ഷെ അവർ കതകം അടച്ചിട്ട് പോയി. എൻ്റെ കൈ കിട്ടുവടാ നിന്നെയൊക്കെ, അപ്പോൾ ഇതിൻ്റെ 10 ഇരട്ടി ഞാൻ പകരം വീട്ടും എന്ന് ദീപക്ക് അവിടെ നിന്നുകൊണ്ട് പറയുക. നിങ്ങളെല്ലാവരും കരുതിയിരുന്നു എന്ന് പറഞ്ഞ് കാലി പൂണ്ടിങ്ങനെ നിൽക്കുവാണ് ദീപക്ക്. ഋതികയും രാജുവും പ്രതാപൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അച്ഛാ ഞങ്ങൾ രാജുവിൻ്റെ വീട്ടോട്ടൊന്ന് പോട്ടെ, അവിടെ ശ്രീലക്ഷ്മിക്ക് സുഖമില്ലാതിരിക്കുന്നതല്ലേ. ആ എന്നാൽ ആകട്ടെ മോളെ. അപ്പോൾ യാമിനി ചോദിക്കുന്നു, അപ്പോൾ നിങ്ങൾ നാളെയല്ല വരൂ? അതേ ചെറിയമ്മേ. അംബികയാണെ വെറുപ്പോടെ രാജുവിനെ ഹൃദയം ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുക. അവരങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ അംബിക മനസ്സിൽ പറയാം, ഈ അവസരം ശരിക്കും മുതലെടുക്കണം. ഇതുപോലൊരു അവസരം ഇനി കിട്ടിയെന്ന് വരില്ല. ഈ സമയം ഹരീഷ് വളരെ സങ്കടത്തോടെ ഇങ്ങനെ ഓരോന്നും ആലോചിക്കുക. ശ്രീലക്ഷ്മിയുടെ അന്ന് വളകാപ്പ് നടത്തിയതും ശ്രീലക്ഷ്മിയെ ഒരുങ്ങി അവൻ്റെ അടുത്ത് സന്തോഷത്തോടെ നിന്നതും. അപ്പോൾ ഹരീഷ് മനസ്സിൽ പറയാം, ശ്രീലക്ഷ്മി എന്നോട് ഒന്നും ചെയ്തിട്ടില്ല, എനിക്ക് അവളെ മറക്കാനും പറ്റില്ല. പക്ഷേ അമ്മ. ഹരീഷ് എന്തോ ചിന്തിച്ചുകൊണ്ടിരിക്കുക. ശ്രീലക്ഷ്മിയെക്കുറിച്ചായിരിക്കുമെന്ന് മനസ്സിലാക്കിക്കൊണ്ട് രുക്മിണി അങ്ങോട്ട് വന്നിട്ട്, മോനെ ഹരീഷ്, ഈ വീട്ടിലെന്തോ ഗുളിയം കയറിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ആകെ ഒരു പിശാചി കയറിയ മട്ട. നമുക്ക് നമ്മുടെ ടൗണിലെ വീട്ടോട്ട് അങ്ങ് താമസം മാറിയാലോ? അമ്മേ, അത് തൽക്കാലം ഇപ്പോൾ വേണ്ട. എൻ്റെ കുഞ്ഞിൻ്റെ സങ്കടം കണ്ടിട്ട് എൻ്റെ ചങ്ക് പൊട്ടുക. അയ്യോ, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും എൻ്റെ ദൈവമേ? എങ്ങനെ ജീവിച്ച ഒരു കുഞ്ഞായിരുന്നു എൻ്റെത്. എന്തോരം സ്ത്രീധനം വാങ്ങിച്ച് കെട്ടായിരുന്നു. ഒരു രാജകുമാരിയെ പോലത്തെ പെണ്ണിനെയും കെട്ടി രാജകുമാരനെ പോലെ ജീവിക്കേണ്ട എൻ്റെ പൊന്നുമോന് ഈ ഗതി വന്നല്ലോ എൻ്റെ ദൈവമേ. രുക്മിണി കള്ളാഫിനെയൊക്കെ അങ്ങോട്ട് കാണിക്കുക.
ഹരീഷിൻ്റെ മുഖത്തോട്ട് ഓട്ടക്കണ്ണിട്ട് നോക്കിയിട്ട് രുക്മിണി മനസ്സിൽ പറയാം, ഞാൻ പറയുന്നതൊക്കെ ഏൽക്കുന്നുണ്ടെന്നാണ് തോന്നുന്നത്. ഇങ്ങനെ പതുക്കെ പതുക്കെ ഓരോന്ന് പറഞ്ഞ് അവൻ്റെ മനസ്സ് മാറ്റിയിട്ട് പെട്ടെന്ന് അങ്ങോട്ട് വിവാഹമോചനം നടത്തണം. കൊച്ചമ്മണി ഇങ്ങനെ ഉമ്മറത്തിരുന്ന് എന്തോ കുതന്ത്രം ആലോചിച്ചുകൊണ്ടിരിക്കുക. പ്രിയ അത് കണ്ടിട്ട് പറയുക, അല്ല അടുത്തതായിട്ട് ആരെ വിഴുങ്ങണമെന്നിങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമായിരിക്കും. അതെന്താടി അങ്ങനെ പറഞ്ഞത്? വിഴുങ്ങാൻ ഞാനെന്താ തിമിങ്ങലമാണ്? വേണ്ടേ, നിങ്ങൾ അതിനേക്കാൾ അപ്പുറത്തെ വലിയ ജീവിയാ. ഇങ്ങനെ ഒരു അവതാരത്തെ ഭൂമിയിൽ എങ്ങും ഞാൻ കണ്ടിട്ടില്ല. നീ ഇങ്ങനത്തെ ഒരു അവതാരത്തെ ഭൂമിയിൽ കണ്ടിട്ടില്ലെന്ന് പറയാൻ നീ ഭൂമിയിൽ എവിടെയൊക്കെ കറങ്ങിയിട്ടുണ്ട്? നാണമില്ലേ തള്ളേ? എന്തോ ഒരു ഒറ്റമൂലി ചെയ്തെന്നും പറഞ്ഞ് എൻ്റെ അച്ഛനോട് അവർ കാശ് ചോദിച്ചേക്കുന്നു. ഞാൻ അങ്ങനെയായിപ്പോയി. അതാണ് ഈ കൊച്ചമ്മയുടെ സ്വഭാവം. മൂക്കൂത്തി താഴെ വീണാലും ഈ മൂക്കിലിരിക്കണം ഒരു 10 രൂപ. ഞാൻ കാശ് ചോദിച്ചിട്ടല്ല ഉള്ളൂ, ആരും എനിക്ക് ഇതുവരെ തന്നില്ലല്ലോ. ഞങ്ങൾ അന്തസ്സും അഭിമാനമുള്ള കുടുംബക്കാരാ. കാശ് തരാമെന്ന് പറഞ്ഞിരുന്നാൽ ഞങ്ങൾ തന്നിരിക്കും. നിങ്ങളുടെ ഓസിന് കഴിയുന്നതിനുള്ള കാശൊന്നും നിങ്ങൾ ഞങ്ങൾക്ക് തരണ്ട, ഞങ്ങളത് വാങ്ങിക്കുന്നതുമില്ല. നാണം കെട്ട തള്ള. വേണ്ട, രാജുവും ഹൃദയം അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ വേണുവേട്ടനകത്തുനിന്ന് ഓടി വരിക. അച്ഛാ, ശ്രീക്കിപ്പോൾ എങ്ങനെയുണ്ട്? ഏറെക്കുറെ ഭേദമായി മോനെ. അവളുടെ ശരീരത്തിൻ്റെയും മനസ്സിൻ്റെയൊക്കെ പ്രശ്നങ്ങളൊക്കെ മാറി. ഇനി അവളുടെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ അങ്ങനെ തന്നെ നിൽക്കുമല്ലേ മോനെ? അതുകൂടെ മാറിക്കിട്ടിയെങ്കിലേ അവൾക്കൊരു സമാധാനം കിട്ടും. പ്രിയ പറയാ, ജനിപ്പിച്ച അമ്മയുടെ ശാപമാണ് അവൾക്ക് കിട്ടിയിരിക്കുന്നത്. അമ്മയോട് കാണിച്ചതിനൊക്കെ അവൾ അനുഭവിക്കണം. എടി മോളെ, നീ രാധമ്മയെക്കുറിച്ചാണ് പറയുന്നതെങ്കിൽ നിനക്ക് തെറ്റി. രാധമ്മയ്ക്ക് ആരെയും ശപിക്കാനാവില്ല. അച്ഛാ, ആ ശ്രീലക്ഷ്മിയെക്കുറിച്ച് ഞാൻ എന്തെങ്കിലും പറയുമ്പോൾ അച്ഛൻ എന്തിനാ എൻ്റെ നേരെ ഇങ്ങനെ ചാടിക്കടിക്കാൻ വരുന്നത്? എൻ്റെ പ്രിയ, നീയും അവളും എൻ്റെ മകളായതുകൊണ്ടാ. രാജു പറയാ, പ്രിയച്ചി, ആ ശ്രീലക്ഷ്മി അല്ല നമ്മുടെ ശ്രീലക്ഷ്മി. എന്നാൽ അവൾ ഇവിടുത്തെ ശ്രീലക്ഷ്മി അല്ല എന്നാര് പറഞ്ഞു ചേച്ചിയോട്? അവൾ നമ്മളോടും ഈ വീടിനോടും കാണിച്ചതൊക്കെ അങ്ങനെ തന്നെയാ. അതുകൊണ്ടാണ് അവൾ നമ്മുടേതല്ലെന്ന് എനിക്ക് തോന്നിയത്. ഹൃദയ പറയാം, അതങ്ങ് വിട്ടുകള പ്രിയേച്ചി. സ്വന്തം കുഞ്ഞ് വയറ്റിൽ വെച്ച് മരിച്ചപ്പോൾ അതിൻ്റെ ഉത്തരവാദി രാധമ്മയാണെന്ന് തെറ്റിദ്ധരിച്ചപ്പോൾ മനുഷ്യരല്ലേ പലതും പറഞ്ഞെന്നിരിക്കും. മനുഷ്യർക്കല്ലേ ചേച്ചി ക്ഷമിക്കാൻ പറ്റത്തുള്ളൂ. പ്രിയ ദേഷ്യത്തോടെ നിന്നോട് ഞാൻ എന്നിങ്ങനെ പറയും. വേണുവേട്ടൻ, ഡീ, നിന്നോട് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് നിന്റെ ഭരണമൊന്നും ഋതുമോളുടെ അടുത്ത് വേണ്ടെന്ന്. ഇനി വാക്കുകൊണ്ടല്ല പ്രതികരിക്കുന്നത്, നിന്റെ ചെവിക്കുറ്റി ഞാൻ അടിച്ചു പൊളിക്കും. നീ വലിയ നേരസിയൊന്നും ആകണ്ട. ശ്രീലക്ഷ്മിയേക്കാൾ ഒട്ടും മോശക്കാരിയൊന്നും അല്ല നീ. ഒച്ചമണി പറയും, ഇവക്ക് 2 കിട്ടിയാലേ ശരിയാകത്തുള്ളൂ വേണു ആശാനെ. മിണ്ടാതെ ഇവിടെ കണ്ട് അടങ്ങി നിന്നോണം. എന്നെ കൊണ്ട് കൂടുതലൊന്നും നീ പറയിപ്പിക്കരുത്. ഈ സമയം രാധമ്മയുടെ മടിയിൽ ശ്രീലക്ഷ്മി ഇങ്ങനെ കിടക്കുക. രാധമ്മ തലയൊക്കെ ഇങ്ങനെ തടയി കൊടുത്തിട്ട്, എൻ്റെ മോൾ സുന്ദരി കുട്ടിയായി. രാജുവും ഹൃദയം കൂടെ അങ്ങോട്ട് വരിക. ഹൃദയെ കണ്ടുകൊണ്ട് പെട്ടെന്ന് ശ്രീലക്ഷ്മി എഴുന്നേക്കാൻ നോക്കും. വേണ്ട ശ്രീ, ഇതിപ്പോഴോ എന്ത് ഭാഗ്യമാണ് നിനക്ക് വേണ്ടത്? കണ്ടിട്ട് എനിക്ക് തന്നെ അസൂയ തോന്നും. നീ വിഷമിക്കണ്ട ശ്രീ, ഈ സങ്കടങ്ങളൊക്കെ മാറണമല്ലോ. ഈ സമയം അംബിക ആരും കാണാതെ ദീപക്ക് കിടക്കുന്ന ആ കുടുസ് മുറിയിലോട്ട് കതവ് തുറന്ന് വരിക. ദീപക്കെ, മോനെ എന്നിങ്ങനെ വിളിക്കുമ്പോൾ ദീപക്ക് ചാടി എഴുന്നേറ്റ്, എന്താ കാഴ്ച ബംഗ്ലാവിൽ കിടക്കുന്ന മൃഗത്തെ കാണാൻ വന്നതാണോ നിങ്ങൾ? നിങ്ങൾക്ക് വലിയ സന്തോഷമായല്ലോ. അയാളും അയാളുടെ മകളും മരുമകനും പിന്നെ ഇവിടെയുള്ള സകല അലവലാദികളും എന്നെ എടുത്തിട്ട് അലക്കുന്നത് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമല്ലേ? ഇതെല്ലാം കണ്ടിട്ട് നിങ്ങൾക്ക് യാതൊരു കുലുക്കവും ഇല്ലല്ലോ. നിങ്ങൾക്ക് വേണ്ടിയാണ് ഞാനിതൊക്കെ അനുഭവിക്കുന്നത്. ഈ ഹൃദയം രാജുവിനെയൊക്കെ ഇല്ലാതാക്കേണ്ടതേ നിങ്ങളുടെ ആവശ്യമാണ്, അല്ലാതെ എൻ്റെ ആവശ്യമല്ല. അതുകൊണ്ട് മാത്രമാണ് അവർ പോകുന്ന വഴിയൊക്കെ ചെന്ന് എന്നോട് അവരെ കൊല്ലാൻ പറയുന്നത്. നിങ്ങൾ പറയുന്നത് കേട്ട് ഞാൻ ഓരോന്നങ്ങ് ചെയ്യും. ഒടുവിൽ ശിക്ഷ മുഴുവൻ എനിക്ക്. എന്നോട് ഈ അക്രമം മുഴുവൻ കാണിക്കുമ്പോൾ നിങ്ങൾക്കൊന്ന് റിയാക്ട് ചെയ്യാൻ പോലും കഴിഞ്ഞില്ലല്ലോ. എൻ്റെ മോനെ, എനിക്ക് നിന്നോട് സ്നേഹമില്ലാഞ്ഞിട്ടല്ലടാ. പിന്നെന്താ, ആങ്ങളെ വലിയ ഓമനാണല്ലോ. മോനെ, ചക്കരേ, പ്രതാപ എന്നൊക്കെയാണല്ലോ കിളവനെ നിങ്ങൾ വിളിക്കുന്നത്. ചേച്ചി ചേച്ചി എന്ന് അയാൾ നിങ്ങളെ വിളിക്കും. അപ്പോൾ ഇത്രയും സ്വാധീനമുള്ള നിങ്ങൾക്ക് എനിക്ക് ഇത്രയധികം ശിക്ഷ വിധിക്കുമ്പോൾ എനിക്ക് വേണ്ടി നിങ്ങൾക്ക് അയാളോട് വാ തുറന്നൊന്ന് പറഞ്ഞുകൂടെ? മോനെ, നിനക്ക് പ്രതാപൻ്റെ സ്വഭാവം അറിയാൻ വയ്യാത്തത് കൊണ്ടാണ്. ഞാൻ നിനക്ക് എന്തെങ്കിലും സപ്പോർട്ട് ചെയ്താൽ പിന്നെ നീ ഞാൻ ഒരുമിച്ചായിരിക്കും ഇവിടുന്ന് പുറത്തേക്ക് പോകുന്നത്. ഞാൻ എന്തിനാ ഇവിടെ തല്ലുകൊണ്ടിങ്ങനെ കിടക്കുന്നത്? സ്വസ്ഥത കിട്ടുന്ന ഏതെങ്കിലും സ്ഥലമുണ്ടെങ്കിൽ അങ്ങോട്ടങ്ങ് പൊയ്ക്കൂടെ? അങ്ങനെ വിഡ്ഢികളായിട്ട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാനാണോ ദീപക്ക നീ പറയുന്നത്? ഈ സ്വത്ത് മുഴുവനായിട്ടും എനിക്ക് കിട്ടണം. അതല്ലാതെ അംബിക ഇവിടുന്ന് പോവില്ല. നീ കുറച്ച് ദിവസം കൂടി എല്ലാം ഒന്ന് സഹിച്ചിവിടെ നിൽക്കും മോനെ. നിന്റെ ഈ കഷ്ടപ്പാടിനൊക്കെയുള്ള പ്രതിഫലം മോനെ നിനക്ക് ഉടനെ കിട്ടും. ഇവരൊക്കെ എതിർത്താൽ പിന്നെ അനന്തംപിള്ളയുടെ മോളെ കല്യാണം കഴിക്കാൻ വലിയ പാടാ മോനെ നിനക്ക്. അതുകൊണ്ട് നീ എങ്ങനെങ്കിലും ഇതൊക്കെ ഒന്ന് സഹിക്കും മോനെ. ഈ അമ്മ നടത്തിത്തരും നിന്റെ കല്യാണം ഒട്ടും വൈകാതെ തന്നെ. ആ അനന്തംപിള്ളയുടെ മകളെ എല്ലാവരെയും സാക്ഷിയാക്കി നിന്നെ കൊണ്ട് ഞാൻ കല്യാണം കഴിപ്പിച്ചിരിക്കും. എടാ മോനെ, ഇത് നിന്റെ അമ്മയുടെ ഉറപ്പാണ്. അത് വിശ്വസിച്ചതാണ് ദീപക് അങ്ങനെ നോക്കി നിൽക്കുക. രാജുവും ഹൃദയം രാവിലെ തന്നെ പ്രതാപൻ്റെ വീട്ടിലോട്ട് വന്നിരിക്കുക. രാജു പറയാം, നമ്മുടെ അടിമക്കണ്ണ് എഴുന്നേറ്റ് കാണുമോ എന്തോ. രാജു, അവൻ എഴുന്നേറ്റില്ലെങ്കിൽ ഒരു കുടം വെള്ളമെടുത്ത് അവൻ്റെ തലവഴി ഒഴിച്ചു. അയ്യോ ഋതു, മനുഷ്യപീഡനം അധികമൊന്നും പാടില്ല. പരമദുഷ്ടനാണെങ്കിലും അവനും ഒരു മനുഷ്യനല്ലേ. രാജു എന്തോ പറഞ്ഞു, അവനും എൻ്റെ അമ്മയും മനുഷ്യകുലത്തിൽ പെട്ടതേ അല്ല.
വെറും നരഭോജികളാ. രാജു ഇങ്ങോട്ട് വന്നേ. അങ്ങനെ രാജുവും ഹൃതികയും വന്ന് ദീപക് കിടക്കുന്ന റൂം തുറന്നു നോക്കുക. പട്ടുമെത്തയിൽ രാജകുമാരനെ പോലെ കിടന്നവൻ ആ ചെറിയ കുടിസുമുറിയിൽ തൻ്റെ തറയിൽ ഒരു പുൽപ്പ വിരിച്ച് 2 ഇഷ്ടികയുടെ മണ്ടയ്ക്ക് തലയും വെച്ച് കിടന്ന് ഉറങ്ങുവാണ്. വേണ്ട കിടക്കുന്ന കണ്ടോ രാജകുമാരൻ. എടാ ദീപക് എഴുന്നേക്കടാ, സുഖിച്ച് താമസിക്കാൻ ഇത് ഒഴിവുകാല വസതിയൊന്നും അല്ല. സോറി, ഞാനങ്ങ് ഉറങ്ങിപ്പോയി. നാളെ മുതലേ 6 മണിക്ക് എഴുന്നേക്കാൻ അലാറം വെച്ച് നീ എണീറ്റോണം. രാവിലെ ഞാൻ എന്തു പണിയാണ് ചെയ്യേണ്ടത്? വാ, ആദ്യം ക്ലീനിങ് ആണ് എന്നും പറഞ്ഞ് രാജു വിളിച്ചുകൊണ്ട് വരുവാണ് ദീപക്കിനെ. അങ്ങനെ ദീപക്കിനെ കൊണ്ടുവന്ന് അടുക്കളയിൽ നിന്ന് ആ മോപ്പും ആ ചൂലും ഒക്കെ അങ്ങോട്ട് എടുത്തു കൊടുത്തിട്ട് പോടാ, നിന്റെ പണി തുടങ്ങടാ. അംബിക അത് കണ്ടോണ്ട് വരിക. അംബികയുടെ ചങ്ക് തളർന്നുള്ള നോട്ടം അത് കണ്ടോണ്ട് ഹൃതിക നിങ്ങൾക്കുള്ള പണി അടുത്തതായിട്ട് വരുന്നുണ്ട് കേട്ടോ. കലിപൂണ്ട് നിൽക്കുന്ന അംബിക ഹൃതിയോട് പറയാം, നീ ഒന്ന് കരുതിയിരുന്നോടി. എന്നെന്നും കാലം മുഴുക കരയാൻ നിനക്ക് വേണ്ടിയുള്ളൊരു അവസരം ഈ അംബികാവർമ്മ സൃഷ്ടിച്ചിരിക്കും. ഹൃതിയെ അംബിയെ കളിയാക്കുവാണ്. അത്തരം സ്വപ്നങ്ങളൊക്കെ കാണുന്നത് നല്ലതാണ്, മനസ്സിനൊരു ആശ്വാസമൊക്കെ കിട്ടും എന്ന് പറഞ്ഞിട്ട് രാജു ഹൃതിയെ അവിടെ നിന്ന് പോയി. പോകാൻ വരട്ടെ, 2 പേരും അവിടെ നിന്ന് നിന്നേ. രാജു അവിടെ നിൽക്കൂ, എൻ്റെ സ്വന്തം അമ്മായി അല്ലയോ പറയുന്നത്. അമ്മായിക്ക് എന്തോ പറയാനുണ്ട്. റെസ്പെക്റ്റ് ചെയ്യേണ്ടവരെ റെസ്പെക്റ്റ് ചെയ്തേ പറ്റൂ രാജു. അയ്യോ ഋതു പറഞ്ഞത് അക്കാര്യം ശരിയാ. നമുക്ക് ഈയിടെയായിട്ട് വളരെ റെസ്പെക്റ്റ് കുറവാണ് ഇവരോട്. പെട്ടെന്ന് കൈകെട്ടി നിന്നിട്ട് രാജു കളിയാക്കിക്കൊണ്ട്, എന്തായാലും ഇവർ പറയുന്നത് നമുക്കൊന്ന് കേട്ടുകളെ. അംബികയ്ക്ക് മനസ്സിലായി കളിയാക്കല്ല. നിൻ്റെയൊക്കെ ശവക്കുഴി നീയൊക്കെ തോണ്ടുവാടാ. ഞാൻ ക്ഷമിച്ച് പിന്മാറും തോറും നിങ്ങൾ എൻ്റെ പുറകെ നടന്ന് എൻ്റെ ദേഷ്യം പിടിപ്പിക്കുക. അയ്യോ അങ്ങനെയാണോ അമ്മായി? രാജു പറയാം, എങ്കിലേ ഇവരോട് ചെയ്ത തെറ്റുകൾക്കൊക്കെ മാപ്പ് ചോദിച്ചാലോ, എന്നിട്ട് നമുക്കങ്ങ് രമ്യതയിൽ പോയാലോ ഋതു. നമ്മളോട് ചെയ്ത തെറ്റൊക്കെ നമുക്ക് വേണമെങ്കിൽ അങ്ങ് മറന്നേക്കാൻ രാജു. പക്ഷേ ഇവരെൻ്റെ അച്ഛനോടും അമ്മയോടും ചെയ്ത തെറ്റുകൾക്ക് മറക്കാൻ പറ്റുമോ? അയ്യോ ഋതു, അത് നേരാണല്ലോ പറഞ്ഞത്. അക്കാര്യം ഞാനങ്ങ് വിട്ടുപോയി. അവരുടെ ദാമ്പത്യ ജീവിതം തകർത്ത് 2 പേരെയും 2 വഴിക്കാക്കി. അതുകൊണ്ട് ഋതുവിൻ്റെ അച്ഛനെ അമ്മയെ ഒരുമിപ്പിക്കുന്നത് വരെ നമുക്ക് ഈ ഫൈറ്റ് ഇങ്ങനെ തന്നെ അങ്ങ് തുടരാം. എടാ രാജു, പത്മയും പ്രതാപനെയും ഒന്നിപ്പിക്കണമെങ്കിൽ ഒരു പ്രധാന സാക്ഷിയുണ്ട്. അയാളുടെ പേര് ജഗന്നാഥൻ എന്ന. ഞാനാണെങ്കിൽ ഒരിക്കൽ അവനെ തീർത്തതാ. പക്ഷെ അനന്തമ്പോൾ അതിബുദ്ധി കൊണ്ട് അവൻ ഇപ്പോഴും ജീവനുണ്ട്. രാജുവും ഹൃതിയും ഭയങ്കര സങ്കടമൊക്കെ അങ്ങോട്ട് അഭിനയിച്ച് കാണിക്കുക. അംബിക അതെല്ലാം അങ്ങോട്ട് വിശ്വസിച്ചിട്ട് ഇലക്ഷൻ സമയത്ത് നീയൊക്കെ ആ ജഗനെ അന്വേഷിച്ച് നടന്നതാ, എന്നിട്ട് കിട്ടിയില്ലല്ലേ. അങ്ങനെ ബുദ്ധിമാനായ എൻ്റെ മകനും ഞാനും കൂടി ആ ജഗന്നാഥനെ ഇപ്പം എൻ്റെ കസ്റ്റഡിയിലാക്കിയിരിക്കുക. ജഗന്നാഥൻ അങ്ങനെ വളരെ സുരക്ഷിതനായി ഞങ്ങളുടെ കയ്യിൽ ജീവിച്ചിരിപ്പുണ്ട്. അവനാണ് വജ്രായുധം. അത് നിങ്ങൾ മറക്കണ്ട. ഹൃതിക പെട്ടെന്നൊരു സങ്കടത്തോടെ, അയ്യോ ആ അങ്കിളപ്പോൾ വജ്രായുധമാണല്ലേ, മനുഷ്യനല്ലല്ലേ. മതിയാക്കടി നിന്റെ കളിയാക്കല്. ഞാൻ അവസാനമായിട്ട് നിങ്ങളോട് പറയാം, എൻ്റെ മകൻ ദീപക്കിനുള്ള നിങ്ങളുടെ ക്രൂരത അവസാനിപ്പിച്ചില്ലെങ്കിൽ ആ ജഗന്നാഥനെ ഞാനങ്ങ് കൊല്ലും. ഇത്രയും പറഞ്ഞതുമല്ലാതാണ് രാജുവും ഹൃതിയും പൊട്ടി അങ്ങ് ചിരിക്കുവാണ്. അംബിക ഒരു ഞെട്ടലോട് അവരെ നോക്കുക. അവർ ഭയന്ന് വിറയ്ക്കുമെന്നാണ് അംബിക കരുതിയത്. എന്താടി ഇത്ര ചിരിക്കാനാ? മതിയാക്കടി നിന്റെ കളിയാക്കല്. അപ്പോൾ അമ്മായി ഇനി അയാളെ കൊല്ലുവടി. അവൻ്റെ ദേഹത്തൊരു ശകലം ജീവൻ ബാക്കിയിരിപ്പുണ്ട്, അത് ഞാനങ്ങ് എടുക്കും. എൻ്റെ രാജു ഇവർക്ക് ഭ്രാന്ത് പിടിച്ചെന്നാ തോന്നുന്നു. രാജു കളിയാക്കി ചിരിച്ചുകൊണ്ട് പറയാം, എൻ്റെ മേഡം ഇങ്ങനെ തട്ടിക്കൊണ്ട് പോയി അവരവരുടെ ഗോഡൗണിൽ ജീവിപ്പിക്കുന്ന ഈ ജീവികളൊക്കെ അവിടെ തന്നെ ഉണ്ടോയെന്ന് ഇടയ്ക്കിടയ്ക്കൊക്കെ പോയെന്ന് നോക്കണ്ടേ. ഞെട്ടലോടെ നിൽക്കുന്ന അംബികയോട് തിരിച്ച് കളിച്ചുകൊണ്ട് ഹൃതിക പറയാം, ആ വജ്രായുധം അവിടെ തന്നെ ഉണ്ടോയെന്നൊന്ന് ഫോൺ ചെയ്ത് നോക്കും മേഡം. പെട്ടെന്ന് അംബിക ജഗന്നാഥനെ കടത്തിക്കൊണ്ടുപോയ ആ ഗുണ്ടാ സംഘത്തിലെ തലവനോട് ഫോൺ ചെയ്ത് ചോദിക്കുവാണ്, എടാ ജഗന്നാഥൻ എന്ത് ചെയ്യടാ? മേഡം എന്നോട് ക്ഷമിക്കണം, ഞാൻ തല്ലുകൊണ്ട് അവശനായിട്ട് കിടക്കുവാണ്. ആ ജഗന്നാഥനെ അവർ കൊണ്ടുപോയി. എത്ര ശ്രമിച്ചിട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. അവരെന്നെ ഒരുപാട് ഉപദ്രവിച്ചു മേഡം എനിക്ക് ചെലവിന് തരുന്ന കാശ് മുടങ്ങാതിരിക്കാൻ വേണ്ടിയാണ് ഞാനിത് മറച്ചു വെച്ചത്. ഇപ്പം മനസ്സിലായോ അംബിക ഞങ്ങൾ ആരാന്ന്? നിന്നെ ഇവനെ ഇന്ന് ഞാൻ എന്നും പറഞ്ഞ അംബിക കയ്യോങ്ങുമ്പോൾ എന്താ അവിടെ എന്നും ചോദിച്ച് പ്രതാപൻ അങ്ങോട്ട് വരുന്നുണ്ട്. എന്താ നിങ്ങൾ തമ്മിൽ വീണ്ടും വഴക്കായി? ഇല്ലച്ചാ, അമ്മായും ഞങ്ങൾ ഓരോന്ന് സംസാരിച്ചുകൊണ്ട് നിൽക്കുമായിരുന്നു. പുരാണത്തിലെ ഒരു വജ്രായുധമില്ലേ, അതായിരുന്നു ഞങ്ങളുടെ ചർച്ചാവിഷയം. രാജു നീ ഇങ്ങോട്ട് വന്നേ എന്ന് പറഞ്ഞ് രാജുവിനെ വിളിച്ചുകൊണ്ട് പ്രതാപം പോവുക. അംബികയോട് ഹൃദയ പറയുക, ഞങ്ങൾ വിശ്വസിക്കുന്ന ദൈവം ഞങ്ങളോടൊപ്പം തന്നെ ഉണ്ട്. ഞങ്ങൾ വിശ്വസിക്കുന്ന ഞങ്ങളുടെ ദൈവത്തിൻ്റെ അനുഗ്രഹത്തോടെ ആ ജഗന്നാഥൻ അങ്കിളിനെ കൊണ്ട് ഞങ്ങൾ സംസാരിപ്പിക്കും. എൻ്റെ അച്ഛനും അമ്മയായിട്ടുള്ള പ്രശ്നം എന്നേക്കുമായി അവസാനിപ്പിക്കുകയും ചെയ്യും. നിങ്ങൾ കാത്തിരുന്നോ അംബികയെ. ഓർക്കാപ്പുറത്ത് അംബികയുടെ തലമേണ്ടയ്ക്ക് കിട്ടിയ ഒരടിയായിരുന്നു. അംബിക ഒട്ടും പ്രതീക്ഷിച്ചില്ല. അംബിക ഇങ്ങനെ ദേഷ്യത്തോടെ ഇങ്ങനെ നിൽക്കുവാണ്. ദീപക്ക് സങ്കടത്തോടെ തൻ്റെ ഡൈനിങ് റൂമൊക്കെ തൂത്ത് തുടയ്ക്കുവാണ്. അപ്പോൾ യാമിനി 2 കപ്പ് കോഫിയായിട്ട് വന്നിട്ട് രാജുവിനോടും ഹൃതിയോടും പറയാം, നിങ്ങൾ 2 പേരും ഈ കോഫിയൊക്കെ കുടിച്ച് സന്തോഷത്തോടെ ഇതൊക്കെ ഒന്ന് കാണ്.
എന്തിനാ ചെറിയമ്മേ കോഫി കൊണ്ടുവന്ന്? ഞാൻ അങ്ങോട്ടൊന്നും എടുക്കില്ലായിരുന്നു. എൻ്റെ കുട്ടികൾക്ക് ഞാനല്ല പിന്നെ ആരാ കോഫി കൊണ്ടുവന്ന് കൊടുക്കുന്നത്? ദീപക് ഇങ്ങനെ സങ്കടത്തോടെ നോക്കുവാണ് അവർ കോഫി കുടിക്കുന്നത്. ആ സമയത്ത് തൻ്റെ അംബിക മുകളിൽ നിന്ന് ഇറങ്ങി വന്ന് ഇതൊക്കെ കാണുന്നുണ്ട്. കട്ടൻ കാപ്പി, കപ്പലണ്ടി, മുറുക്ക്, പപ്പടവട ഇതൊക്കെ കഴിച്ചുകൊണ്ട് വേണം മക്കളെ ഇത്തരം കലാപരിപാടികളൊക്കെ കാണാൻ. മക്കളെ ഇത്തരം കലാപരിപാടികളൊക്കെ നമുക്ക് വല്ലപ്പോഴും അല്ലേ കാണാൻ പറ്റത്തുള്ളൂ. ചെറിയമ്മ പറഞ്ഞ ഒരു കാര്യം സത്യവാ, ഈ അടിച്ചു വാരി തൂത്ത് തുടയ്ക്കുന്നതിലൊക്കെ ഇവൻ മിടുക്കന. രാജുവും പറയാം, തറയായി ഇവൻ തറ തുടയ്ക്കുന്നതിൽ എക്സ്പെർട്ടാ. അംബികയ്ക്കാണെങ്കിൽ അങ്ങോട്ട് താഴോട്ട് ഇറങ്ങി വന്ന് ഇവരുടെയൊക്കെ തല തല്ലി പൊളിക്കണമെന്നുള്ള ദേഷ്യത്തിൽ ഇങ്ങനെ നോക്കി നിൽക്കുന്നുണ്ട്. ചെറിയമ്മ, അല്ലെങ്കിൽ ഇവൻ ആരുടെ മകനാ? പശുത്തൊഴുത്തിൽ ക്ലീൻ ചെയ്യുന്ന അംബികാവർമ്മയുടെ മകനല്ലേ? മതിയടി നീയൊക്കെ കളിയാക്കി ചിരിച്ചത്. ഈ കളിയാക്കി ചിരിച്ചതിനൊക്കെ ഇരട്ടിയായിട്ട് നീയൊക്കെ ദുഃഖിക്കേണ്ടി വരും. എന്ത് ചെയ്യാനാ അമ്മായി, ഞങ്ങളിതൊക്കെ അവസാനിപ്പിക്കാൻ തയ്യാറാണ്. പക്ഷെ നിങ്ങളിതൊന്നും അവസാനിപ്പിക്കാൻ തയ്യാറല്ലല്ലോ. എൻ്റെ അച്ഛനോട് എൻ്റെ അമ്മയെക്കുറിച്ച് പറഞ്ഞ കള്ളക്കഥകളുണ്ടല്ലോ, അതൊന്നും നിങ്ങൾ തിരുത്തിയാൽ മതി. അപ്പോൾ ഈ പ്രശ്നം അങ്ങനെ അങ്ങ് തീരും. ഈ പ്രശ്നം അങ്ങനെ അങ്ങ് തീരില്ലടി. അവളെ, ആ പത്മയുണ്ടല്ലോ, അവളെ എൻ്റെ പ്രതാപൻ്റെ ഭാര്യയായും നിന്നെ എൻ്റെ പ്രതാപൻ്റെ മകളായിട്ടും ഇതുവരെ ഞാൻ അംഗീകരിച്ചിട്ടില്ലടി. രാജു പറയുക, വേണ്ട, നിങ്ങൾ അംഗീകരിക്കണ്ട. അതുകൊണ്ട് മാത്രമാണ് ഞങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള വേലകൾ ചെയ്യുന്നത്. നിങ്ങളെ ഞങ്ങൾ വെറുതെ വിടില്ല. ഇടിയും കൊണ്ട് ജയിലിൽ കിടന്ന് പൊറോട്ട അടിക്കേണ്ടി വരുന്നാണ്ട് ഇവൻ. ഇവിടുത്തെ തറ തുടയ്ക്കുന്നത് അവനൊരു ചെറുപ്പക്കാരനാണല്ലോ എന്ന് കരുതി ഞങ്ങൾ കൊടുത്ത ഒരു ഔദാര്യമായത്. പക്ഷേ ഇനി ഇവൻ അമേരിക്കയ്ക്ക് പറക്കണോ വേണ്ടോ എന്നൊക്കെ ഞങ്ങൾ തീരുമാനിക്കും. ഋതിക അങ്ങനെ പറഞ്ഞത് കേട്ട് ദീപക്ക് ഞങ്ങൾ ഞെട്ടി നിൽക്കുക. അംബികയാണെങ്കിൽ പറയുകയും വേണ്ട. ദൈവമേ, ഇനി ഇത് വെച്ചാണല്ലോ ഇവളെന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യാൻ പോകുന്നത് എന്നുള്ള ഒരു പരിഭ്രമത്തോടെ തന്നെ അംബിക ഇങ്ങനെ രാജുവിനെയും ഋതികയും നോക്കി നിൽക്കുവാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഋതികയ്ക്കും രാജുവിനും കിട്ടിയ തുറുപ്പ് ചീട്ടാണ് ഇതൊക്കെ. ഇനി ഇത് വെച്ചിട്ട് വേണം അംബികയും മകൻ ദീപക്കിനെയും മര്യാദ പഠിപ്പിക്കാൻ. ഇതിന് പ്രതികാരമായിട്ട് ഇനി അംബിക എന്തായിരിക്കും ചെയ്യാൻ പോകുന്നത്? അംബിക വെറുതെ ഇരിക്കില്ല. അവൾ എന്താണ് കാണിക്കുന്നതെന്നൊക്കെയുള്ള നമുക്ക് അടുത്ത റിവ്യൂവിൽ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.